മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ കൂറുമാറ്റത്തിൽ ഭീഷണിയുമായി CPM ഏരിയ സെക്രട്ടറി. കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബിന്റെ ഭർത്താവിനെതിരെയാണ് CPM എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. അൻവറിനൊപ്പം നിന്നതിനാൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല എന്നും കരുതിയിരിക്കണമെന്നുമാണ് ഭീഷണി. ഇത് അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടിൽ പോകുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുക്കാൻ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചത്. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടിനെ പുറത്ത് കുത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. ഞാൻ ഇതുവരെ അതിന്റെ ഈ വിഷയങ്ങളൊന്നും നല്ലത് സംസാരിച്ചിട്ടില്ല. ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചത്. യാതൊരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നാലല്ലേ അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം. എന്താ അൻവർ എന്നുള്ളത് ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. ശിവദാസ് കൺമനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ കൂറുമാറ്റവും അതുപോലെ തന്നെ ചേരുതിരിവും ഒക്കെ തന്നെ പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ചുങ്കത്തറ പഞ്ചായത്തിലെ കൂറുമാറ്റത്തിൽ ഭീഷണി എന്തിനാണ് ഈ CPM ഏരിയ സെക്രട്ടറി ഉന്നയിക്കുന്നതെന്നാണ് രജനി. കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. നിലവിൽ LDF ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അതായത് 10 സീറ്റ് LDF-നും 10 സീറ്റ് UDF-നുമാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നറുക്കെടുപ്പിലൂടെ UDF ആണ് അധികാരത്തിൽ വന്നത്. പിന്നീട് LDF-ൽ നിന്നും PV അൻവർ വിട്ടതിനു ശേഷം അൻവർ ഇത്തരത്തിൽ UDF-ന് ഭരണം ലഭിക്കാൻ വേണ്ടിയുള്ള ചരടുവലികൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പിന്നീട് LDF-ൽ ഒരംഗം, അതായത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന നുസൈബ കൂറുമാറി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ UDF-ന് ഈ പഞ്ചായത്തിലെ ഭരണം ലഭിച്ചിരുന്നു. ഈ കൂറുമാറിയ LDF-ന്റെ അംഗം നുസൈബയുടെ ഭർത്താവിനാണ് CPM-ന്റെ എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രന്റെ ഫോണിൽ നിന്നും ഭീഷണി ഉയർന്നിരിക്കുന്നത്. അതായത് ഭാവിയിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകും. കാരണം നിങ്ങൾ പാർട്ടിയെ കുത്തിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഒരു കുറച്ച് മാസത്തെ ഭരണം മാത്രമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഈ പാർട്ടിയെ കുത്തിക്കൊണ്ടാണ് പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഭവിഷ്യത്ത് നിങ്ങൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്ന് കൃത്യമായി തന്നെ സൂചന നൽകുന്നു. അതായത് കൃത്യമായൊരു ഭീഷണിയാണ് ഈ ഒരു സന്ദേശത്തിൽ, ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. അതായത് ഫോൺ വിളിയിലാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ഫോൺ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു ഭീഷണി ഇവിടെ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോൺ വിളിയിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഈ ഭീഷണി സന്ദേശം. രജനി. ശരി ശിവദാസ്.